വെൽക്കം ടു ഫുഡിങ് ഷീ. ഞാനിവിടെ കുറച്ച് പാലക് ചീര എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്കൊരു നല്ലൊരു റൊട്ടി ഉണ്ടാക്കിയെടുത്താലോ. ഇത് പാലക് ചീര. ഇതിൻ്റെ തണ്ടൊക്കെ കളയണം. അരിയുന്ന സമയത്ത് നമുക്ക് പരത്തി എടുക്കേണ്ടതല്ല, അതുകൊണ്ടാണ് കുറച്ച് മല്ലിയിലയും വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത്. അത് ഞാൻ 2 കപ്പ് എടുക്കുന്നുണ്ട്. ഒരു കപ്പ്, 2 കപ്പ് ഗോതമ്പ്. അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കടലമാവ്. ഉപ്പ് ആവശ്യം പോലെ ഇട്ട് കൊടുക്കണം. കുറച്ച് അയമുളക് നന്നായി കൈ കൊണ്ട് ഇതിലേക്ക് പാലച്ചീര, മല്ലിയില, ഒരിത്തിരി മഞ്ഞളുടെ പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് തൈരും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. കുറച്ച് തൈര്, പുളിയില്ലാത്ത നല്ലൊരു കേടാണ്. കുഴച്ചെടുക്കാം. നമുക്ക് നന്നായി ഒന്ന് ചേർത്തെടുത്താൽ മതി. ആദ്യം നല്ലോണം ചേർത്തെടുക്കുക. കുറേശ്ശെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചേർത്തെടുത്താൽ മതി. ആദ്യം ഈ പൊടിയിൽ ഈ പാലക്കിന് നന്നായി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക. അതുപോലെ ഇതിൽ ചേർന്ന് വന്നോട്ടെ. ഇനി വെള്ളം കുടഞ്ഞു കൊടുത്തിട്ട് കുറേശ്ശെ വെള്ളം കുടഞ്ഞെടുത്തിട്ട് കുഴച്ചെടുക്കുക. ഒക്കെ ചേർന്ന് വന്നിട്ടുണ്ട്, കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി കുറച്ച് പശു നെയ്യ് ഒഴിച്ച് കൊടുക്കുക. ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന പശു നെയ്യാണ്. ഇതെന്താ വെച്ചാൽ പാലിൻ്റെ പാടെടുത്തിട്ട് ഞാൻ എൻ്റെ ഈ ചാനലിലുണ്ട് കേട്ടോ, നിങ്ങൾ നോക്കുക. ഇത് ഇപ്പോൾ ഈ തണുപ്പിനൊക്കെ നല്ലതായി പാലക്കെല്ലാം. ഇതൊന്നും ഉണ്ടാക്കി നോക്കി. അങ്ങനെ ഇനി ഇത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇത് നമുക്ക് നന്നായി പരത്തിയെടുക്കുക. കുഴച്ചിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നന്നായി കുഴഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് കുഴച്ച പൊടി ഇവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് കുറച്ചെടുത്തിട്ട് പരത്തിയെടുക്കാം. പൊടിയിട്ട് കൊടുക്കണം. പരത്തുന്ന സമയത്ത് ഒരു ഉരുളെടുക്കുക. എന്നിട്ട് ഇത് പരത്തിയെടുക്കാം. നന്നായി കുഴച്ചെടുത്താൽ മതി. അപ്പം നല്ല റൊട്ടിയായിട്ട് കിട്ടും നമുക്ക്. അപ്പം ഇതിനെ ഞാൻ മടക്കി കൊടുക്കാം. നമുക്ക് അതുപോലെ ഇതൊന്ന് ഈ ഭാഗം ഒന്ന് മടക്കി കൊടുക്കാം. ഈ ഭാഗം ഒന്ന് മടക്കി കൊടുക്കാം. 4 ഭാഗം പരത്തിയിട്ട് ഷേപ്പാക്കി കൊടുക്കുക. എന്നിട്ട് പരത്തിയെടുക്കുക. പൊടിയിട്ട് കൊടുക്കുക. അതുപോലെ അങ്ങനെ
പരത്തിയെടുക്കുന്ന ഷേപ്പാക്കി കൊടുക്കുക. എന്നിട്ട് പരത്തിയെടുക്കുക. ഒറ്റാക്കിയിട്ടും പരത്തിയെടുക്കുക. ഞാൻ ഇങ്ങനെ പരത്തുന്നേ ഉള്ളൂ. നമ്മൾ ചപ്പാത്തി പരത്തുന്ന പോലെ ഒറ്റ പത്തിലാക്കിയിട്ട് പരത്തിയെടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ഇങ്ങനെ ഇതാദ്യമായി പൊടിയിട്ട് കൊടുക്കണം. ഷിപ്പാക്കിയിട്ട് പരത്തിയെടുത്താൽ മതി. ഇതുപോലെ നമുക്കെല്ലാം പരത്തിയെടുക്കാം. ഇത് ചുട്ടെടുക്കാം. ഈ കാനൊക്കെ മതി കേട്ടോ. ചൂടാതെ നമുക്ക് തിരിച്ചെടുക്കാം. എന്നിട്ട് ഈ വശം നന്നായി വന്നാൽ മതി. കല്ല് നല്ല ചൂടുണ്ട്. ഇപ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ തിരിച്ചിട്ട വശം നന്നായി വേണ്ടിയിട്ടുണ്ട്. കുറച്ച് പശു നെയ്യ് ആക്കി കൊടുക്കാം. എന്നിട്ട് പശു നെയ്യ് ഇല്ലെങ്കിൽ എന്തെങ്കിലും ഓയിലാക്കി കൊടുത്താലും മതി. പശു നെയ്യ ടേസ്റ്റ് ഉണ്ടാവുക. തിരിച്ചിട്ട് ഇങ്ങനെ കുറച്ചെടുത്താൽ മതി. അപ്പം നല്ലോണം പൊന്തി വരും. നല്ലോണം പൊന്തിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ചട്നിയാണല്ലേ, പുതിന ചട്നി നല്ല ഉണ്ടാവും. തക്കാളി ചട്നിയോ പുതിന ചട്നിയോ എന്ത് വേണമെങ്കിലും വെക്കട്ടോ. അത് നല്ല പൊന്തി ഇതെടുക്കാം. ഇനി അടുത്തത് ഇട്ടെടുക്കാം. ചെറുതായി വെന്ത് വന്നാൽ മതി ആവശ്യം. എന്നിട്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഈ വശം വരട്ടെ. അതുപോലെ തന്നെ കുറച്ച് പശു നെയ്യാക്കി കൊടുക്കുക. തിരിച്ചിട്ടെടുക്കുക. ഇതേപോലെ പൊന്തി വരും. നല്ല ഉടക്കിയിട്ടിട്ട് ആവശ്യം വേവുന്നതിനനുസരിച്ച് പൊന്തി വരും. ഇതുപോലെ നമുക്കെല്ലാം ചുട്ടെടുക്കാം. ഇനി 2-3 കൂടി ഉണ്ട്, അതും കൂടി ചുട്ടെടുക്കാം. ഇതെടുക്കാം. നമ്മളെ പാൽപ്പത്തിലൊക്കെ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ. നല്ല പത്തിലായിട്ട് വരും കേട്ടോ. ഇതിന് വലിയ കറിൻ്റെ ആവശ്യമൊന്നുമില്ല. എന്തെങ്കിലും ഒരു ചട്ടിണി, പുതിന ചട്ടിണി എന്തെങ്കിലും ഉണ്ടായാൽ മതി. ഇത് നല്ല ചൂടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, നല്ലോണം പൊന്തി വരും. ഇതേപോലെ കിട്ടും. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കുക. നിങ്ങളെ അഭിപ്രായം നിർദ്ദേശമൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാട്ടെ. ലൈക്ക് ചെയ്യും വേണം, ഷെയർ ചെയ്യും വേണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യും വേണം. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.